ഒബ്സർവ് ചെയ്യണം, എക്സ്പെരിമെന്റ് ചെയ്യണം, എവിഡൻസിനെ ബേസ് ചെയ്തുകൊണ്ട് തിയറീസ് ഫോർമുലേറ്റ് ചെയ്യണം. ഇതൊക്കെ ഒരു സയന്റിസ്റ്റിന്റെ പണിയാണ്. ഈ സയന്റിസ്റ്റ് എന്ന് കേട്ട ഉടനെ തന്നെ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും പഠിച്ചാൽ മാത്രമാണ് നമുക്കൊരു സയന്റിസ്റ്റ് ആകാൻ പറ്റുക എന്ന നിലയിൽ നിങ്ങളുടെ ചിന്ത പോകരുത്. സോഷ്യൽ സയന്റിസ്റ്റുകളില്ലേ, അത് വേറെ തന്നെ ഒരു റൂട്ടാണ്. ഈ സയന്റിസ്റ്റിന്റെ തൽക്കാലം ഈ സയൻസുമായി ബന്ധപ്പെട്ട് പ്യുവർ സയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സാധനത്തിന് എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇത് എന്തിനു പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോയിൽ പലപ്പോഴും കാണുന്ന ഒരു കമന്റ് ആണ്, സയന്റിസ്റ്റിന്റെ ജോലി എന്താ, എങ്ങനെയാ ഒരു സയന്റിസ്റ്റ് ആകാൻ പറ്റുക എന്നൊക്കെ. ഈ സയന്റിസ്റ്റില് പലതരത്തിൽ നിങ്ങൾക്ക് സയന്റിസ്റ്റ് ആകാൻ പറ്റും. അപ്പൊ സയൻസ് വിഷയങ്ങളെ ബേസ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഏത് വിഷയമാണെന്ന് ആദ്യം തീരുമാനിക്കുക. ഫിസിക്സ് ആണോ, കെമിസ്ട്രി ആണോ, ബയോളജി ആണോ, എന്താണെന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് അതിന്റെ ബാച്ചിലർ ഡിഗ്രി, മാസ്റ്റർ ഡിഗ്രി, PhD എടുത്ത് മുമ്പോട്ട് പോകും. നിങ്ങളൊരു സയന്റിസ്റ്റ് ആവുമ്പോൾ നിങ്ങൾ ഗവേഷണം നടത്തുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, പലതരത്തിലുള്ള ചെടികൾ വളരാറുണ്ട്. ഒരേ ചെടി, ആ ചെടി പല തരത്തിലുള്ള സിറ്റുവേഷൻസിൽ എങ്ങനെയാണ് ഗ്രോ ചെയ്യുന്നത്, ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു തിയറി ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റില്ലേ? പക്ഷെ അത് ഫോർമുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ആ ഒരേ ടൈപ്പ് ഓഫ് പ്ലാന്റിനെ പല സിറ്റുവേഷൻസിൽ കൊണ്ടിട്ടിട്ട് നമ്മൾ വളർത്തി നോക്കണ്ടേ? ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലം, ഡയറക്റ്റ് ആയിട്ട് കിട്ടാത്ത സ്ഥലം, മഴ കൂടുതലുള്ള സ്ഥലം, ഇങ്ങനെ പല പല സാഹചര്യങ്ങൾ ഉണ്ടാവില്ലേ? ഈ സാഹചര്യങ്ങളിലൊക്കെ ഇട്ട് നോക്കുമ്പോഴല്ലേ അതെങ്ങനെ വളരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുക. അതിനനുസരിച്ചിട്ടല്ലേ ഈ സാഹചര്യത്തിലാണ് എങ്കിൽ ഈ ചെടി ഇങ്ങനെയാണ് അത് പ്രതികരിക്കുക എന്ന രീതിയിൽ നമുക്കൊരു തിയറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. ഇവിടെയൊക്കെ ഒരു സയന്റിസ്റ്റ് റോള് പ്ലേ ചെയ്യും. അത്തരത്തിലുള്ള ഒരു ഗവേഷണ തൃഷ്ണയുള്ള ആൾക്കാരാണ് ഈ സയന്റിസ്റ്റ് ആകുക എന്ന രീതിയിൽ ചിന്തിക്കേണ്ടത്. പക്ഷെ നിങ്ങൾ ഒരിക്കലും ഈ സയന്റിസ്റ്റ് എന്ന വാക്കിനെ പ്യുവർ സയൻസുമായിട്ട് മാത്രം കണക്ട് ചെയ്തിട്ട് അവിടെ സ്റ്റക്കായി പോകരുത്. അതിനെ പല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഞാനൊരു ലോങ് വീഡിയോ ചെയ്തു തരാം കേട്ടോ, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട്. കീപ് ഗോയിങ്. ഹാപ്പി ലേണിംഗ്.